നമസ്കാരം, ഞാൻ ഷോണിമ. അൽഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ബഹ്റിനിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ബഹ്റിൻ വേനൽക്കാല ടോയ് ഫെസ്റ്റിവലിന് ജൂലൈ 1 തുടക്കമാകും. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വലിയ ആഘോഷത്തിനാണ് രാജ്യം തയ്യാറെടുക്കുന്നത്. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 5 വരെ എക്സിബിഷൻ വേൾഡ് ബഹ്റിനിലാണ് ടോയ് ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഫെസ്റ്റിവലിലും കുടുംബ സൗഹൃദ പരിപാടികൾക്കാണ് മുൻതൂക്കം നൽകുക. ബയോൺ സൽത്താന ആംഫി തിയേറ്ററിന്റെയും സ്പേസ് ട്യൂണിന്റെയും സഹകരണത്തോടെയാണിത് സംഘടിപ്പിക്കുക. അറബിക്, ഇംഗ്ലീഷ് നാടകാവതരണങ്ങൾക്ക് പുറമെ ശില്പശാലകൾ, ഗെയിം സോണുകൾ, കുട്ടികൾക്കായി ഇഷ്ട കാർട്ടൂൺ കഥാപാത്രങ്ങൾക്കൊപ്പമുള്ള തത്സമയ മീറ്റ് ആൻഡ് ഗ്രീറ്റ് സെഷനുകൾ തുടങ്ങി കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന പരിപാടികളാണ് ടോയ് ഫെസ്റ്റിവലിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ടിക്കറ്റുകൾ ഓൺലൈനിൽ ലഭിക്കും. ജനറൽ പ്രവേശനത്തിന് 3 ബഹ്റിൻ ദിനാറും ഫാസ്റ്റ് എൻട്രിക്ക് 6 ദിനാറും 5 പേരടങ്ങുന്ന ഫാമിലി പാക്കേജിന് 12 ദിനാറുമാണ് നിരക്ക്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായി സാംസ്കാരിക വിനോദ പരിപാടികൾ ഏറ്റവും സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ് ഒരുക്കുന്നതെന്നും ടൂറിസം അധികൃതർ വ്യക്തമാക്കി. നിയമവിരുദ്ധമായി 210 കിലോ ചെമ്മീൻ പിടികൂടിയ ഒരാളെ അറസ്റ്റ് ചെയ്തതായി ബഹ്റിൻ കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. ഹമാലയിൽ നിന്നും 26 വയസ്സുകാരനാണ് പിടിയിലായത്. ബഹ്റിനിൽ നിരോധിച്ച ബോട്ടം ട്രോളിംഗ് വലകൾ ഉപയോഗിച്ചാണ് ഇയാൾ ചെമ്മീൻ പിടികൂടിയതെന്നാണ് ആരോപണം. കൂടാതെ 47 കിലോ റാബിറ്റ് മത്സ്യവും നിയമവിരുദ്ധമായ വലകൾ ഉപയോഗിച്ച് പിടികൂടിയ നിലയിൽ കണ്ടെത്തി. ഈ മത്സ്യബന്ധന രീതിയും നിലവിലെ ചട്ടങ്ങൾ പ്രകാരം നിരോധിച്ചവയാണ്. പിടിയിലായ അയാൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ബഹ്റിൻ AKCC വിദ്യാഭ്യാസ രംഗത്തെ പ്രതിഭകൾക്ക് അവാർഡുകൾ നൽകി ആദരിച്ചു. നിരവധി സാമൂഹ്യ പ്രവർത്തകർ പങ്കെടുത്ത പരിപാടി ഇമ ഹെൽത്ത് സെന്റർ മാനേജിംഗ് ഡയറക്ടർ രഘു രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഗ്ലോബൽ സെക്രട്ടറി AKCC ബഹ്റിൻ പ്രസിഡന്റുമായ ചാൾസ് ആലൂക്ക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പോളി വിധേയത്തിൽ, ട്രഷറർ ജിബി അലക്സ്, ഭാരവാഹികളായ രതീഷ് സെബാസ്റ്റ്യൻ, ജോജി കുര്യൻ, ജോൺ ആലപ്പാട്ട്, അലക്സ് കറിയ എന്നിവർ സംസാരിച്ചു. ബെന്നി ജോസഫ്, ബിജു ആൻ പോൾ ഉറുവത്ത്, പ്രിൻസ് ജോസ് തുടങ്ങി നിരവധി പേർ നേതൃത്വം നൽകിയ പരിപാടി ജെന്നിഫർ ജീവൻ, സ്നേഹ ജെൻസൺ, നവീന ചാൾസ് എന്നിവർ നിയന്ത്രിച്ചു. ജനറൽ സെക്രട്ടറി ജീവൻ ചാക്കോ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ജെൻസൺ ദേവസി നന്ദിയും രേഖപ്പെടുത്തി. ഭിന്നശേഷിക്കാരായ 600-ൽ പരം കുട്ടികളുടെ ആശ്രയ കേന്ദ്രമായ മേപ്പാടിയിലും പൊഴുതനയിലും സ്ഥിതി ചെയ്യുന്ന ലവ് ഷോറിന് ബഹ്റിൻ KMCC വയനാട് ജില്ലാ കമ്മിറ്റി എല്ലാ മാസവും നൽകി വരുന്ന 50,000 രൂപ സഹായധനത്തിലെ 9ാമത്തെയും 10ാമത്തെയും ഗഡു 1 ലക്ഷം രൂപ ലവ് ഷോർ രക്ഷാധികാരി മുനീർ സാഹിബിന് കൈമാറി. ചടങ്ങിൽ ബഹ്റിൻ വയനാട് ജില്ലാ KMCC സെക്രട്ടറി റഹനീഫ് മേപ്പാടി, മേപ്പാടി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാസർ സാഹിബ്, പഞ്ചായത്ത് യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് റിയാസ് സാഹിബ്, മൊയ്തീൻ സാഹിബ് എന്നിവരും സന്നിഹിതരായിരുന്നു. വാഗ്ദാനം ചെയ്ത സഹായം മാസം തോറും കൃത്യമായി ലവ് ഷോറിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ബഹ്റിനിലെ KMCC വയനാട് ജില്ലാ കമ്മിറ്റിയെ പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതായി ലവ് ഷോർ ബഹ്റിൻ ചാപ്റ്റർ ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത്, പ്രസിഡന്റ് അൻവർ നിലമ്പൂർ, സെക്രട്ടറി JPK എന്നിവർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. This July and August, let your child shine with creativity, confidence and a whole lot of fun. iMac Cochin Kalabavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions and much more to keep the excitement going. Worried about transport? We've got it covered.
And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity and new friends. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ഇടപ്പാളയം ബഹ്റിൻ ചാപ്റ്റർ അൽഹിലാൽ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജൂൺ 27-ന് ചിത്രയിലെ അൽഹിലാൽ ഹോസ്പിറ്റലിൽ രാവിലെ 8 മണി മുതൽ 12 മണി വരെ നടന്ന ക്യാമ്പിൽ നിരവധി പ്രവാസികളാണ് പങ്കെടുത്തത്. രോഗങ്ങൾ വരാതെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയവർക്ക് വിവിധ സൗജന്യ ലാബ് ടെസ്റ്റുകളും ലഭ്യമാക്കി. കൂടാതെ വിദഗ്ധ ഡോക്ടർമാരുടെ സൗജന്യ കൺസൾട്ടേഷനും ഡിസ്കൗണ്ട് കാർഡുകളും നൽകി. ഇടപ്പാളയം ഹെൽപ്പ് ഡെസ്കിന്റെ നേതൃത്വത്തിലുള്ള രതീഷ് സുകുമാരൻ, മുരളീധരൻ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. വിജയകരമായി പൂർത്തിയാക്കിയ ക്യാമ്പിന് ഏവരും മികച്ച പിന്തുണ നൽകിയതിൽ സംഘാടകർ നന്ദി രേഖപ്പെടുത്തി. ലോകരാജ്യങ്ങളിലെ പുതിയ വിദ്യാഭ്യാസ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനായി ICF നോളജ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച എഡ്യു എക്സ്പോ 25 ശ്രദ്ധേയമായി. കേരള സംസ്ഥാന കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതിയ കാലഘട്ടത്തിന് അനുസൃതമായ കോഴ്സുകൾ നമ്മുടെ സമൂഹത്തിലെത്തിക്കേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളം വിദ്യാഭ്യാസ രംഗത്ത് മികച്ച നിലവാരം പുലർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കരിയർ കൌൺസിലറും ലൈഫ് കോച്ചുമായ ജമാലുദ്ദീൻ മാലിക്കുന്ന് UK-യിലെ വിദ്യാഭ്യാസ അവസരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. യൂറോപ്പിനെ പ്രതിനിധീകരിച്ച് അദ്നാൻ സ്പെയിനിലെ അവസരങ്ങളെക്കുറിച്ചും മുഹമ്മദ് അബ്ദുൽ ബാസിദ് അദനി റഷ്യയുടെ സാധ്യതകൾ, മുഹമ്മദ് സിനാൻ അദനി എന്നിവർ അവതരിപ്പിച്ചു. അബ്ദുൾ റസാഖ് മുസ്ലിയാർ പറവണ്ണ പ്രാർത്ഥന നിർവഹിച്ച ചടങ്ങിൽ ഹമീദ് പറപ്പ സ്വാഗതം ആശംസിച്ചു. മുഹമ്മദ് ഫാറൂഖ് കവായി മോഡറേറ്ററായിരുന്നു. ഷരീഫ് കാരശ്ശേരി സമാപന ഭാഷണം നടത്തി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ഗുരുദേവന്റെ ആപ്തവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് ഗുരുദേവ ദർശനങ്ങളെയും കൃതികളെയും പറ്റി കൂടുതൽ അറിയുവാനും മനസ്സിലാക്കുവാനും വേണ്ടി SNCS ആത്മീയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച പ്രഭാഷണ പരമ്പരയുടെ 2ാം ഭാഗം വെള്ളിയാഴ്ച വൈകിട്ട് SNCS സിൽവർ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ചു. പരിപാടിക്ക് അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി ഷൈൻ ചെല്ലപ്പൻ സ്വാഗതവും ചെയർമാൻ കൃഷ്ണകുമാർ D, വെൽനസ് സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിക്കുകയും ചെയ്തു. നീതു പ്രസാദ്, ജയശ്രീ കൃഷ്ണകുമാർ എന്നിവർ ഗുരുദേവ ദർശനങ്ങളെ വിശദീകരിച്ച് പ്രഭാഷണം നടത്തി. അജിത പ്രകാശ് മുഖ്യ അവതാരകയായി പങ്കെടുത്തു. വീണ്ടും ഒരു ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ അട്ടിമറി സാധ്യത ഉൾപ്പെടെ പരിശോധിക്കുന്നതായി വ്യോമയാന സഹമന്ത്രി മുരളീധർ മോഹൻ. എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും സഹമന്ത്രി പറഞ്ഞു. പൂനെയിലെ ഒരു പരിപാടിക്കിടെയായിരുന്നു മന്ത്രിയുടെ പരാമർശം. അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി 2 ബ്ലാക്ക് ബോക്സുകളടക്കം പരിശോധിച്ചു വരികയാണ്. വിവിധ ഏജൻസികൾ സംഭവത്തിൽ അന്വേഷണം നടത്തിവരുന്നു. വിമാനാപകടത്തിന് അട്ടിമറിയുണ്ടോ എന്ന സാധ്യതയും പരിശോധിക്കുമെന്നാണ് സഹമന്ത്രി അറിയിച്ചത്. അപകടവുമായി ബന്ധപ്പെട്ട് കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ നിന്നും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിൽ നിന്നുമുള്ള വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലബോറട്ടറിയിൽ അവലോകനം ചെയ്ത് വരികയാണ്. അഹമ്മദാബാദ് വിമാനാപകടം ഉൾപ്പെടെയുള്ള വ്യോമയാന മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി അടുത്ത മാസം 8-ാം തീയതി പാർലമെന്റ് ട്രാൻസ്പോർട്ട് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. വ്യോമയാന സെക്രട്ടറി, DGCA, DG എന്നിവരെയും പാർലമെന്റ് ഗതാഗത കമ്മീഷൻ വിളിച്ചുവരുത്തും.
സുംബ വിവാദം അനാവശ്യമെന്ന് KNM സംസ്ഥാന അധ്യക്ഷൻ അബ്ദുള്ള കോയ മദനി. എല്ലാത്തിലും മതവും ജാതിയും കയറ്റുകയാണ്. കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണിത്. മതപരമായും വർഗീയമായും ചേരിതിരിവുണ്ടാക്കുന്ന ചർച്ചയാണ് നടക്കുന്നത്. വിമർശിക്കുന്നവരുടേത് അപകടകരമായ സമീപനമാണ്. ഇത്തരം വിഷയങ്ങളിൽ പ്രവാചകനെയോ ദർശനങ്ങളെയോ കൂട്ടുപിടിച്ചത് ഖേദകരമെന്നും അബ്ദുള്ള കോയ മദനി പറഞ്ഞു. പ്രായോഗികമായ സമീപനമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂൾ യൂണിഫോമിനെ എല്ലാവരും അംഗീകരിക്കുന്നു. ആ സ്കൂൾ യൂണിഫോമിലാണ് സുംബ ചെയ്യുന്നത്. വിവേകത്തോടെ പെരുമാറണമെന്നായിരുന്നുവെന്നും അബ്ദുള്ള കോയ മദനി കൂട്ടിച്ചേർത്തു. അതേസമയം വിവാദങ്ങൾക്കിടെ സ്കൂളുകളിൽ സുംബ ഡാൻസ് നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. വർഗീയതയുടെ നിറം കെടുത്താൽ അംഗീകരിക്കാനാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സുംബ പരിശീലകർ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബിലും മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് സൗജന്യമായി OP ടിക്കറ്റ് നൽകുന്നത് നിർത്തിവെച്ചു. നവജാത ശിശുക്കൾ മുതൽ 18 വയസ്സുവരെയുള്ളവർ 5 രൂപ നൽകി വേണം ഇനി OP ടിക്കറ്റ് എടുക്കാൻ. ആരോഗ്യകരണം പദ്ധതി മുടങ്ങിയതോടെയാണ് കുട്ടികൾക്കും OP ടിക്കറ്റിന് കാശ് വാങ്ങി തുടങ്ങിയത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ APL BPL വ്യത്യാസമില്ലാതെ കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ആരോഗ്യകരണം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സർക്കാർ ആശുപത്രികളിൽ കുട്ടികൾക്ക് OP ടിക്കറ്റ് സൗജന്യമാക്കിയിരുന്നത്. ആരോഗ്യകരണം പദ്ധതി മുടങ്ങിയതോടെയാണ് OP ടിക്കറ്റിന് പണം അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.